ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിസ്തുലനായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളേവരെയും വന്ദനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരം കൈവന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ചിന്തിക്കുക എന്നാൽ അതൊരു വലിയ മഹാഭാഗ്യമാണെന്ന് നാം വിശ്വസിക്കണം. ഇത്തരത്തിൽ ഈ ഒരു അവസരം, ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാനുള്ള ഈ ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയുടെ ഉത്തമ ഉദാഹരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് മുൻപേ നടന്നുപോയവർ, നമുക്ക് വേണ്ടി വിശ്വാസത്തിൽ ഒരു പുതിയ പാത തെളിച്ച് നമുക്ക് മുൻപേ നടന്നുപോയ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ വിശ്വാസം എന്നാൽ എന്താണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. നോഹയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൽ പൂർണ്ണമായ അനുസരണം എന്താണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഹാനോക്കിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിലുള്ള പ്രത്യാശയും വിശ്വാസത്തെയും നാം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചു. ഇയ്യോബിൻ്റെ ജീവിതം പഠിച്ചപ്പോൾ അവൻ്റെ പ്രത്യാശ എത്രത്തോളം അടിസ്ഥാനം ഉള്ളതായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതുപോലെ രൂത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവമായ യഹോവയെ അറിയാത്ത ഒരു ജാതിയിൽ നിന്ന് വന്ന് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഒരു ഭാഗമാകുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വിശ്വാസ വീരയാണ് രൂത്ത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ്. രാജാവ് എന്നാൽ ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മഹാനായ ഒരു രാജാവ് എന്ന് വേദപുസ്തകം അടയാളപ്പെടുത്തുന്ന ഇശ്ശയുടെ മകനായ ദാവീദ് എന്ന രാജാവിനെ പറ്റിയാണ് ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, ഇസ്രായേലിൻ്റെ എക്കാലത്തെയും മഹാനായ ഇശ്ശയുടെ മകനായ ദാവീദ് എന്ന രാജാവിനെ കുറിച്ച് അടിയങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ നല്ല വശങ്ങളെ അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന കർത്താവെ, ഓരോ ഹൃദയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളോട് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവമഹത്വം അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 71 അധ്യായം 7 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുകയാണ്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദാവീദ് എന്ന സങ്കീർത്തനക്കാരൻ ഇപ്രകാരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. എന്നെ കാണുന്നവർക്ക്, എന്നെ നിരീക്ഷിക്കുന്നവർക്ക്, എൻ്റെ ചുറ്റിലുമുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് ഒരു അത്ഭുതമായിരിക്കുന്നു. എപ്രകാരമാണ് ദാവീദ് രാജാവ് അത്തരത്തിൽ ഒരു അത്ഭുതമായത് എന്ന് തുടർന്ന് വായിക്കാം. കാരണം നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. യഹോവയായ ദൈവത്തിൽ ദാവീദ് രാജാവ് പ്രത്യാശ വെച്ചതുകൊണ്ട്, യഹോവയായ ദൈവത്തിൽ ദാവീദ് വിശ്വസിച്ചുകൊണ്ട് അവൻ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മെ കാണുന്ന നമ്മുടെ സഹജീവികൾക്ക് മുന്നിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ നാം ഇന്ന് ഒരു അത്ഭുതമാണോ? അപ്രകാരം നിങ്ങൾക്ക് ദൈവത്തിനു വേണ്ടി ഒരു അത്ഭുതമാകണമെങ്കിൽ ദൈവം നിങ്ങളുടെ ബലമുള്ള സങ്കേതമായിരിക്കണം. ദൈവമായ യഹോവ നിങ്ങളുടെ ഉറപ്പുള്ള കോട്ട ആയിരിക്കണം. 71 അധ്യായം 5 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയാണ്, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ദൈവമായ യഹോവേ, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശ ആകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ദാവീദ് പറയുകയാണ്, ചെറുപ്പം മുതൽ അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലം മുതൽ നീ എൻ്റെ പ്രത്യാശയാകുന്നു. നിന്നിലത്രേ ഞാൻ എൻ്റെ പൂർണ്ണമായ ആശ്രയം വെച്ചിരിക്കുന്നത്. ബാല്യം മുതൽ യഹോവയെ അന്വേഷിച്ച ഒരു ബാലനായിരുന്നു ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നത്. അതുകൊണ്ടാണ് ദാവീദ് ഇന്ന് പലർക്കും ഒരു അത്ഭുതമായി തീർന്നത്. ദാവീദിൻ്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വളരെ ലളിതമായ അല്ലെങ്കിൽ എളിമയുള്ള ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ദാവീദ്. ഒരു ഇടയ ബാലനായ ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ഇടയനായിരുന്നു. എന്നാൽ ഒരു ഇടയനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവിലേക്കുള്ള ദാവീദിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു.
അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഒരു ഇടയനായ ദാവീദ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവായി തീർന്ന് പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതം എത്രത്തോളം ലളിതമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതം എത്രത്തോളം എളിമ ഉള്ളതായിക്കൊള്ളട്ടെ, അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും. ദാവീദിൻ്റെ ബാല്യകാലം ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് പോകാം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായം 58. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ശൗൽ രാജാവ് ദാവീദിനോട് ഇപ്രകാരം ചോദിക്കുകയാണ്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് ഇപ്രകാരം ഉത്തരം പറയുകയാണ്, ഞാൻ ബത്ലഹേമിനായ നിന്റെ ദാസൻ ഇശ്ശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദിനോട് ശൗൽ രാജാവ് ഇപ്രകാരം ചോദിക്കുന്നു, ബാല്യക്കാരാ, ചെറുപ്പക്കാരാ, കുട്ടി, നീ ആരാണ്? അപ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ ദാസനായ ബത്ലഹേമിനായ ഇശ്ശായിയുടെ മകനായ ദാവീദ് ആകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ശൗൽ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ദാവീദിൻ്റെ ദൈവത്തിലുള്ള അവൻ്റെ പ്രത്യാശയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് പോകാം. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. 17-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു യുദ്ധ വാർത്ത അവിടെ കാണാം, അല്ലെങ്കിൽ ഒരു യുദ്ധശ്രുതി നമ്മുടെ ചെവികളിലേക്ക് എത്തും. ഇപ്രകാരം പറയുന്നു, അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂട്ടി. സോഖോവിനും അസ്സയ്ക്കും മധ്യേ എഫെസ് തമ്മിൽ പാളയം ഇറങ്ങി. ഇസ്രായേൽ മക്കളെ യുദ്ധത്തിൽ പോരാടുവാനായി ഇസ്രായേൽ മക്കളിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഫിലിസ്തീർ ഇസ്രായേലിനെ തോൽപ്പിക്കുവാനായി എഫെസ് ദമ്മീമിൽ പാളയം ഇറങ്ങിയിരിക്കുന്നുവെന്ന് 17-ാം അധ്യായം 1-ാം വാക്യം നമ്മോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇപ്പോൾ ഫിലിസ്തീർ ജനം അവരുടെ സകല സർവ്വ സൈന്യങ്ങളെയും കൂട്ടി ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് എതിരെ യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നു. ശേഷം ഭാഗം ഇപ്രകാരം പറയുന്നു, അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ ഗത്തിനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്ന് ഗത്തിനായ ഒരു മല്ലനായ ഗോലിയാത്ത് പുറപ്പെട്ട് വന്നു. അതിനുശേഷം ഗോലിയാത്തിനെ പറ്റി ഇവിടെ വിവരിക്കുന്നു, അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അല്ലെങ്കിൽ ഗത്തിരുടെ പാളയത്തിൽ നിന്ന് വന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ആ മല്ലൻ, ഗോലിയാത്ത് എന്ന് പറയുന്ന ആ ഫെലിസ്ത്യൻ, അവനൊരു അജാന ബാഹുവായിരുന്നു, ഒരു വലിയ മല്ലൻ ആയിരുന്നുവെന്ന് ദൈവത്തിൻ്റെ ജനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു. ശേഷം പറയുന്നു, അവന് തലയിൽ ഒരു താമ്ര ശിരവസ്ത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ അണിഞ്ഞിരിക്കുന്ന യുദ്ധസന്നാഹങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ വചനം വിവരിക്കുന്നുണ്ട്. അതിനെല്ലാം അവസാനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഗോലിയാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അവനൊരു സാധാരണക്കാരൻ ആയിരുന്നില്ല. സകലരെയും തോൽപ്പിക്കുവാനുള്ള കൈക്കരുത്ത് അവന് ഉണ്ടായിരുന്നു. അവനൊരു മല്ലനായിരുന്നു, അവനൊരു അജാന ബാഹു ആയിരുന്നു. ഈ സമയത്ത് ഇസ്രായേൽ മക്കൾ ഈ മല്ലനെ കണ്ട് ഭയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഗോലിയാത്ത് വന്ന് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നതായും ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ആ സമയത്താണ് ദാവീദ് ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. വിശ്വാസവീരനായ നമ്മുടെ കഥയിലെ നായകനായ യഹോവയായ കർത്താവിൽ ബാല്യം മുതൽ പ്രത്യാശ വെച്ച് ഇപ്പോൾ അത്ഭുതമായി തീരുവാൻ പോകുന്ന ദാവീദ് ആ യുദ്ധക്കളത്തിലേക്ക് കടന്നു വരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദാവീദ് ശൗലിനോട്, ഇവൻ്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ഇസ്രായേലിലുള്ള ഓരോ വീരന്മാരും മല്ലനായ ഗോലിയാത്തിനോട് അംഗം പൊരുതുവാൻ ഭയപ്പെട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ബാല്യക്കാരനായ ഇടയനായ ദാവീദ് വന്ന് ഇപ്രകാരം ശൗൽ രാജാവിനോട് ബോധിപ്പിക്കുകയാണ്, രാജാവേ, ഈ മല്ലൻ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, ഈ ഫെലിസ്ത്യനോട് ഞാൻ അംഗം പൊരുതും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഗോലിയാത്തിനെ പോലെ അജാന ബാഹുക്കളായ പ്രശ്നങ്ങൾ വന്നേക്കാം.
മാനസികവും ശാരീരികവും സാമ്പത്തികവും ആത്മീയവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് മുൻപിൽ പതറുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനല്ല നാം ശ്രമിക്കേണ്ടത്. മറിച്ച് ദാവീദിനെ പോലെ നാം ആ പ്രശ്നത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലണം. ദാവീദ് എപ്രകാരം ഗോലിയാത്ത് എന്ന മല്ലന് മുൻപിലേക്ക് പോകുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുവോ, ദാവീദ് എപ്രകാരം ശൗലിനോട് അടിയൻ ഈ ഗോലിയാത്തിനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞുവോ, ആ ഒരു മനോഭാവം കൊണ്ട്, ആ ഒരു ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് യഹോവയായ കർത്താവിൽ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നാം എതിരിടണം. യോശുവയുടെ ചരിത്ര പുസ്തകം പഠിക്കുമ്പോൾ ഒരു സമയത്ത് യോശുവ പ്രവാചകനും ഇസ്രായേൽ മക്കളും യോർദാൻ നദിയുടെ മറുകരെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുകയായിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് മുന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്നത് യോർദാൻ നദിയായിരുന്നു. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ഇസ്രായേൽ മക്കൾ അവരെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം അവിടെ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ അവരെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിങ്കിലേക്ക് ചെന്നപ്പോൾ യോർദാൻ നദി ഒരു തിരശ്ശീല പോലെ അവർക്ക് മുന്നിൽ വഴിമാറി. അവർ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും, എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും, എത്ര വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ദുഃഖവും വന്നാലും നാം ദാവീദിനെ പോലെ അതിനെ നേരിടണം. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. അപ്പോൾ ശൗൽ ദാവീദിനോട് പറയുകയാണ്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. ദാവീദ് പറഞ്ഞു, രാജാവേ, ഞാൻ പോയി ഈ മല്ലനോട് അംഗം പൊരുതാം. അപ്പോൾ ശൗൽ രാജാവ് പറയുകയാണ്, നീ ഒരു ബാലനാണ്, നീ ഒരു ബാല്യക്കാരനാണ്, നീ ഒരു ചെറുപ്പക്കാരനാണ്. ആ മല്ലനോട് അല്ലെങ്കിൽ ആ അജാനബാഹുവിനോട് പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. കാരണം ഗോലിയാത്ത് അവൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് ശൗൽ രാജാവ് ദാവീദിനോട് പറയുന്നു. ശൗൽ രാജാവ് ഒരുപക്ഷെ ദാവീദിൻ്റെ നന്മ ആഗ്രഹിച്ചായിരിക്കാം അവനെ നിരുത്സാഹപ്പെടുത്തിയത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എന്നാൽ ദാവീദ് അപ്പോൾ അവൻ്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. യഹോവയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഒരു സിംഹത്തെയും ഒരു കരടിയെയും ഒറ്റയ്ക്ക് മൽപ്പിടുത്തം നടത്തി തോൽപ്പിച്ച അവൻ്റെ ജീവിത അനുഭവം അവൻ ശൗൽ രാജാവിനോട് പങ്കുവെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശൗൽ രാജാവ് ഏകദേശം ദാവീദിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു. എന്നാൽ ദാവീദ് വിശ്വസിച്ചത് യഹോവയായ കർത്താവിങ്കലായിരുന്നു. ദാവീദ് പ്രത്യാശ വെച്ചത് യഹോവയെങ്കിലായിരുന്നു. ആ പ്രത്യാശ കൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഗോലിയാത്ത് എന്ന മല്ലന് എതിരെ യുദ്ധം ചെയ്യുവാൻ, അംഗം പൊരുതുവാൻ ഇവിടെ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ യാത്രയാകുന്നത്. യാത്ര ആകുന്നതിന് മുമ്പ് വളരെ ആകസ്മികമായ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവൻ്റെ തലയിൽ താമ്ര ശിരവസ്ത്രം വെച്ചു. ദാവീദ് ഈ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് ശൗൽ രാജാവ് ദാവീദിനെ അടുത്ത് വിളിച്ച് ഇത്തരത്തിൽ തൻ്റെ പടയങ്കി, ശൗൽ രാജാവിന് തന്നെ പടയങ്കി ദാവീദിനെ അണിയിക്കുകയാണ്. അതിനുശേഷം അവൻ്റെ തലയിൽ ഒരു താമ്ര ശിരവസ്ത്രവും വെച്ച് കൊടുക്കുകയാണ്. തൻ്റെ കവചവും അവനെ ഇടിച്ചു. അത്തരത്തിൽ ശൗലിന് ഉണ്ടായിരുന്ന എല്ലാ പ്രതിരോധ മാർഗങ്ങളെയും, അവൻ്റെ കവചങ്ങളെയും, അവൻ്റെ ശിരവസ്ത്രങ്ങളെയും, അവൻ്റെ പടയങ്കിയും എല്ലാം ശൗൽ രാജാവ് ദാവീദിനെ അണിയിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിനുശേഷം പറയുന്നു 39-ാം വാക്യം ഇപ്രകാരം പറയുന്നു, പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ഇത്തരത്തിൽ പടയങ്കി ധരിച്ചുകൊണ്ട്, താമ്ര ശിരവസ്ത്രം വെച്ചുകൊണ്ട്, ഒരു വാളും കെട്ടി ദാവീദ് നടക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ദാവീദിന് അത് ശീലമില്ലായിരുന്നു. അതുകൊണ്ട് ദാവീദിന് നടക്കുവാൻ സാധിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ശൗൽ രാജാവ് ബാഹ്യമായ ചില പ്രതിരോധ കവചങ്ങളെയാണ് ദാവീദിന് മേൽ അണിയിച്ചത്.
ശൗൽ രാജാവ് തൻ്റെ യുദ്ധ ഉപകരണങ്ങളെയാണ് ദാവീദിന് ഒരു സഹായിയായി അല്ലെങ്കിൽ ഒരു സഹായമായി പ്രദാനം ചെയ്തത്. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദാവീദ് വിശ്വസിച്ചത്. ദാവീദിൻ്റെ പ്രതിരോധങ്ങൾ അത് കേവലം കവചങ്ങളോ പടയങ്കിയോ വാളോ പരിചയോ ഒന്നുമല്ലായിരുന്നു. അവൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശയായിരുന്നു. അവൻ ബാല്യം മുതൽ യഹോവയായ കർത്താവിൽ പ്രത്യാശ വെച്ചിരുന്നു. ആ പ്രത്യാശയും വിശ്വാസവുമാണ് ദാവീദിൻ്റെ പടയങ്കിയും കവചവുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായം 39-ാം വാക്യം വായിക്കുമ്പോൾ അവന് ശീലമില്ലാത്തതുകൊണ്ട് അവന് നടക്കുവാൻ സാധിച്ചില്ല. അതിനുശേഷം 45-ാം വാക്യം വരുമ്പോഴത്തേക്കും ദാവീദ് ഇപ്രകാരം ഫെലിസ്ത്യനോട് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഗോലിയാത്തെ, നീ എൻ്റെ നേരെ വരുന്നത് നിൻ്റെ വാളും കുന്തവും വേലുമായിട്ടാണ്. എന്നാൽ ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദാവീദ് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ വെല്ലുവിളിച്ച് പറയുകയാണ്, നീ എൻ്റെ നേരെ വരുന്നത് വാളും പരിചയും വില്ലും വേലും കൊണ്ടാണ്, മറിച്ച് ഞാൻ നിന്റെ നേരെ വരുവാൻ പോകുന്നത്, ഞാൻ നിന്നെ എതിരിടുവാൻ പോകുന്നത്, ഞാൻ നിന്നെ നേരിടുവാൻ പോകുന്നത്, ഞാൻ നിന്നോട് പൊരുതുവാൻ പോകുന്നത് ബാഹ്യമായ ഒരു കവചങ്ങളാലുമല്ല, ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. നീ നിന്ദിച്ച ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയായ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ശൗൽ രാജാവ് ദാവീദിന് ബാഹ്യ കവചങ്ങളെ കൊടുത്തപ്പോൾ അത് അവന് ശീലമില്ലാത്തതുകൊണ്ട് അവന് ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അവനെ യുദ്ധത്തിന് പ്രാപ്തനാക്കിയത് ദൈവത്തിലുള്ള വിശ്വാസം എന്ന പടയങ്കിയായിരുന്നു. ദൈവത്തിലുള്ള പ്രത്യാശ എന്ന പടച്ചട്ടയായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലവലേശം പതറാതെ തനിക്ക് നേരെ വാളും കുന്തും വേലുമായി ഓടിയെടുക്കുന്ന മലനായ ഗോലിയാത്തിന് മുമ്പിൽ ലവലേശം പതറാതെ ഇപ്രകാരം ദാവീദ് വിളിച്ചു പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഗോലിയാത്ത് എന്നാൽ പ്രശ്നങ്ങളാണ്. നമുക്ക് മുന്നിൽ വരുന്ന ബുദ്ധിമുട്ടുകളെയാണ്, പ്രതിസന്ധികളെയാണ് ഇപ്പോൾ ഞാൻ ഗോലിയാത്തുമായി താരതമ്യം ചെയ്യുവാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിങ്ങൾ ആ പ്രശ്നങ്ങളെ നേരിടുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് നല്ലത്. ദാവീദും ഇവിടെ ആശ്രയം വെച്ചത് അവൻ ബാല്യം മുതൽ ആശ്രയിച്ചു വരുന്ന ദൈവമായ കർത്താവിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 ശമൂവേൽ 17-ാം അധ്യായം 49-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കവിണിയിൽ വെച്ച് വീശി ഫെലിസ്ത്യൻ്റെ നെറ്റിക്ക് എറിഞ്ഞു. ദാവീദ് തൻ്റെ കയ്യിലുള്ള ഏറ്റവും ലളിതമായ ഒരു ഉപകരണമായ ഒരു കല്ല് എടുത്ത് കവിണിയിൽ വെച്ച് ഫെലിസ്ത്യനായ ഗോലിയാത്തിൻ്റെ നേരെ എറിഞ്ഞു. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കല്ല് അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണ് വീണു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കല്ല് അവൻ്റെ നെറ്റിയിൽ വന്നു കൊണ്ടു, അവൻ കവിണ്ണ് വീണു, അല്ലെങ്കിൽ അവിടെ അവൻ മരിച്ചു വീണു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എപ്രകാരമാണ് ഒരു ബാല്യക്കാരനായ ഒരു ചെറുപ്പക്കാരനായ ദാവീദിന് പടച്ചട്ടയോ പടയങ്കിയോ വാളോ പരിചയോ കുന്തമോ വേലോ ഒന്നും കൂടാതെ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാൻ സാധിച്ചത്? എപ്രകാരമാണ് മല്ലനായ ഗോലിയാത്തിനുമേൽ ദാവീദിന് വിജയം വരിക്കുവാൻ സാധിച്ചത്? ചിന്തിക്കുക. നാം ആ വാക്കുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവനെ സഹായിച്ചത്, ആ മല്ലനായ ഗോലിയാത്തിനുമേൽ വിജയം വരിക്കുവാൻ ദാവീദ് എന്ന ചെറുപ്പക്കാരനെ സഹായിച്ചത് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നതുകൊണ്ട് മാത്രമാണ്.
നമുക്ക് മുൻപേ നടന്ന ദാവീദ് എന്ന അത്ഭുതം, ദാവീദ് എന്ന രാജാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇതാണ്: നിങ്ങളുടെ ആശ്രയം അത് ദൈവത്തിൽ വയ്ക്കുക. നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഇന്ന് നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി പൊരുതുവാൻ പോവുകയാണ്. നമുക്ക് മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പൊരുതി തോൽപ്പിക്കുവാൻ നമുക്ക് മുന്നിൽ ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായ യഹോവയായ ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പോരാടും. ദാവീദിൻ്റെ കാര്യത്തിൽ ദൈവം അവന് വേണ്ടി പോരാടിയപ്പോൾ അവന് വിജയം സുനിശ്ചിതമായിരുന്നു. ആ മല്ലന് മേൽ മാനസികവും ശാരീരികവും വിജയം വരിച്ചതിന് ശേഷമാണ് അവൻ ആ മല്ലനെ നേരിടുവാൻ പോയത്. അത് അവൻ്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അവൻ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം വെച്ചു. അവൻ ദൈവത്തിൽ അവിശ്വസനീയമായ പ്രത്യാശ വെച്ചു. അവൻ്റെ വിശ്വാസവും പ്രത്യാശയും നമുക്ക് വിവരിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ വിശ്വാസവും പ്രത്യാശയുമാണ് ഗോലിയാത്ത് എന്ന മല്ലന് മുൻപിൽ അവനെ ഒരു ധീര യോദ്ധാവാക്കി മാറ്റിയത്. അതിനുശേഷം ദാവീദ് പറയുകയാണ്, ഞാൻ ഇന്ന് പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. യഹോവയായ ദൈവം എൻ്റെ ഉറച്ച സങ്കേതമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഗോലിയാത്തിനെ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഓടിയെടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവത്തിലുള്ള പ്രത്യാശ നിങ്ങളുടെ കവചം ആയിരിക്കണം. ദൈവത്തിലുള്ള പ്രത്യാശ കൊണ്ട്, വിശ്വാസം കൊണ്ട് നിങ്ങൾ ഒരു കവചം ധരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് അത്തരത്തിൽ പ്രത്യാശയാവുന്ന ഒരു കവചമുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശത്രുവിൽ നിന്ന്, പിശാചിൽ നിന്ന്, ദുഷ്ടാത്മസേനയിൽ നിന്ന്, അവർ വരുത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ ഇത്തരത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശയാവുന്ന പ്രതിരോധ കവചമുണ്ടോ? അപ്രകാരം ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാ പരീക്ഷണങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ദാവീദ് ഈ ഗോലിയാത്തിനെ കൊന്ന ശേഷം തിരിച്ചു വരുമ്പോഴാണ് ശൗൽ ചോദിക്കുന്നത്, ബാല്യക്കാരാ നീ ആർ? അപ്പോൾ ശൗൽ പറയുന്നു, ഞാൻ നിൻ്റെ ദാസനായ ബത്ലഹേമിനായ ഇശ്ശായിയുടെ മകൻ ദാവീദ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്കും ദൈവത്തിനു വേണ്ടി ഒരു അത്ഭുതമാകാം. മറ്റുള്ളവരുടെ കണ്ണിൽ, മറ്റുള്ളവർ നോക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും ഒരു അത്ഭുതമാകാം. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ദൈവം വാക്കുകളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. വാക്കുകളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്ത ആ ദൈവം ഇന്ന് എന്നെയും നിന്നെയും വിളിക്കുന്നു. നമുക്ക് പോകാം ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, അടിയങ്ങളുടെ ജീവിതം നയിക്കുവാൻ നീ അടിയങ്ങളെ സഹായിക്കണം. ആ വിശ്വാസവും പ്രത്യാശയും നീ അടിയങ്ങൾക്ക് നീതിയായി കണക്കിടണം. അപ്രകാരം ഏറ്റവും മികച്ച പ്രസാദകരമായൊരു ജീവിതം നയിക്കുവാൻ സഹായിക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ വിശ്വാസമുള്ള നാമത്തിൽ തന്നെ ആമേൻ.